39 വർഷത്തിന് ശേഷമാണ്, കൃത്യം 39 വർഷം മുമ്പുള്ള ഒരു നവംബറിലായിരുന്നു ഞാൻ അവസാനമായി കോളേജിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ഇവിടെ വരുന്നതാണ്. കഥാപ്രസംഗത്തിനെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള സങ്കല്പങ്ങളൊക്കെ തൽക്കാലം മാറ്റിമറിച്ച് വെക്കേണ്ടി വരും. കാരണം അതിനുള്ള പക്കമേളങ്ങളോ അംഗവിക്ഷേപങ്ങളോ ഒന്നും കൂടുതലില്ല. ഞങ്ങളുടെ തലമുറ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കവിതയുടെ കഥാരൂപം എൻ്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കാരണം ഒന്നാമത് സമയപരിധിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കഥയിലേക്ക് പോകാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ശതാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗുരുവായൂർ അമ്പല നടയിലെ ദീപാരാധന വേളയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിലെ ദീപാരാധനയെക്കുറിച്ച് എല്ലാവരും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആ ഒരു സമയം വളരെയധികം ഭക്തി നിർഭരവും അതുപോലെ നിർവൃതിദായകവുമാണ്. അവിടെ ആ സന്ധ്യാസമയത്ത് മുഴങ്ങിക്കേൾക്കുന്നത് അഷ്ടപതിയും ജ്ഞാനപ്പാനയും നാരായണയും ഹരേ കൃഷ്ണ മന്ത്രങ്ങളും മാത്രമായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി അങ്ങനെ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നിൽക്കുന്ന അക്ഷമയോടെ കാത്തു നിൽക്കുന്ന ആ ഭക്തരുടെ മുമ്പിലേക്ക് ഒരു മണിയൊച്ച. ശ്രീകോവിൽ നടയതാ തുറന്നു, പുതിയൊരു ലോകമിതേതോ ഹന്ത ശോഭനം തേജോമയം. കർമ്മസാക്ഷിയായ ഭഗവാൻ പടിഞ്ഞാറുദിച്ചതുപോലെ ഒരുപാട് നക്ഷത്രങ്ങൾ ഒന്നിച്ചു കൂടിച്ചേർന്ന പോലെ അവിടെ ആ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ജ്വലിക്കുകയാണ്. അത് കാണാൻ വേണ്ടി ഭക്തജനങ്ങളെ തിക്കിത്തിരക്കി പോവുകയാണ്. കണ്ണ് തുറന്നുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും കണ്ണീരണിഞ്ഞുകൊണ്ടും ഭഗവാനെ കൃഷ്ണ, എനിക്ക് ഈ ഒരു ജന്മത്തിലുള്ള എല്ലാ സാഫല്യവും വന്നിരിക്കുകയാണല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ നോക്കി ഒന്നും കേൾക്കുന്നില്ല. ആ ഒരു സമയത്ത് ഒന്നുകൂടി ഞാൻ നോട്ടെ, മണ്ഡപത്തറയിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയവർക്ക് അറിയാം, അവിടെ ഒരു മണ്ഡപം ഉണ്ട്. അവിടെ സാധാരണയായി ബ്രാഹ്മണരിരുന്ന് നാമം ജപിക്കും, അതുപോലെ ഗ്രന്ഥപാരായണം ചെയ്യും. അതൊരു പ്രത്യേക സ്ഥലമാണ്. അപ്പൊ അവിടെ കുറച്ച് പേര് അന്ന് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാതെ അവിടെ നിന്ന് ഒരു ആദ്യനായിട്ട് ഒരാള് മെല്ലെ ഭഗവാനെ തൊഴുത ശേഷം ക്ഷേത്ര പ്രദർശനത്തിനായി അങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ ആ ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നത് എന്താ, പാടീരവര പുഷ്പകപൂരതുപാദ്യത്തിൻ പരിമളം നാലു ഭാഗത്തും വീശി നിർവൃതി ഉലകിതരാക്കി ലോകരെ വീണ്ടും നിഷ്കള സ്വരൂപന്റെ ഭക്തവാത്സല്യം പോലെ. ഈ സമയത്താണ് ഇദ്ദേഹം മെല്ലെ പുറത്തേക്ക് എഴുന്നള്ളത്. എഴുന്നള്ളി അങ്ങനെ ക്ഷേത്രപ്രദർശനം സാധാരണ പലയിടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിനെ പോലെ വേറൊരു ബ്രാഹ്മണൻ, അദ്ദേഹം നടക്കുന്നതിന്റെ വശത്തെ കൂടി നടന്ന് മെല്ലെ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി ഒരു വശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ആ സാധുബ്രാഹ്മണൻ എന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഉണ്ടൊരു കൃതി, അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, അതാണ് കാര്യം. ഉണ്ടൊരു കൃതി അല്ല വികൃതി. അത് കൃതിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. നമുക്കിപ്പോ കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെടാം. ഇപ്പൊ അന്ന് കാലത്ത് ഫേസ്ബുക്കും വാട്സപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ആരും കണ്ടിട്ടുണ്ടാവില്ല, പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്താ പറയുന്നത്, ഒരു കൃതി ഉണ്ട്, അതൊന്ന് എന്ത് ചെയ്യണം, പിഴകൾ തീർത്താൽ കൊള്ളാം. എന്താ സംഭവം? ഇന്നത്തെ എഡിറ്റിങ് തന്നെ. ഇന്നിപ്പോ നമ്മളൊരു പുസ്തകം എടുത്തി കഴിഞ്ഞാൽ ഒരു മഹാനായ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫസറെ കൊണ്ട് അതിലൊരു എഡിറ്റിങ് നടത്തും. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന്റെ കൃതിയും എന്താ ഒന്ന് നോക്കിത്തരണം. എന്നിട്ട് വീണ്ടും പറയാണ്, ഇദ്ദേഹം ആരാണെന്ന് അറിയാം, നമ്മളെ കേൾക്കുകയും ഇദ്ദേഹം പറയുന്നത് ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് പച്ചയാണിത്, ഇത് പച്ച മലയാളത്തിലുള്ളതാണ്. ഇദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ് കേട്ടോ, ഇവിടെ നിൽക്കുന്ന ആള്. ഇയാൾ പറയുന്നു, പച്ചയാണിത് എന്നാലും പട്ടേരി നോക്കി തന്നെ ബന്ധിയാവുള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് ഇതാരാ, സാക്ഷാൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തെ അറിയാത്തവര് എവിടെയുണ്ട്? ഗുരുവായൂരിൽ എപ്പോഴും മുഴങ്ങി കളിക്കുന്ന അദ്ദേഹത്തിന്റെ അഗ്രേവശ്യം തുടങ്ങിയ കൃതികളാണ്. അപ്പം വലിയൊരു പണ്ഡിതനാണ്, ഭാരതം മുഴുവൻ അറിയുന്ന നാരായണീയകാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിനോട് അങ്ങനെ പറയുന്നത് ഇതൊന്ന് നോക്കി തരണമെന്ന്. ആ മേൽപ്പത്തൂരിനെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ 2 മിനിറ്റ് തരിക. ഈ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഒരു മേൽപ്പത്തൂരിലത്തെ ഒരു വളരെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനാണ്. ഇപ്പൊ കഥ നടക്കുമ്പോൾ പണ്ഡിതനാണ് അദ്ദേഹം.
വാതരോഗം പിടിപെടുന്നുണ്ട്, കഠിനമായ വാതരോഗം. ഇന്നത്തെ നമ്മൾ പറയുന്നതല്ല, ഇപ്പോഴത്തെ റൊമാറ്റിക് ആർത്രൈറ്റിസിന്റെ കൂടിയാണത്. അത് പിടിപെട്ടിട്ട് ഇയാൾ വളരെയധികം കഷ്ടപ്പെടുകയും എല്ലാ വൈദ്യമഠങ്ങളിലും അതുപോലെ അഷ്ടവൈദ്യന്മാരെടുത്തും എല്ലാം ഇയാളിങ്ങനെ പോവുകയാണ് ഈ വാതരോഗത്തിനൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്താ, ആർക്കും ചികിത്സിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായില്ല, ആര് ചികിത്സിച്ചിട്ടും ഭേദമായില്ല. അങ്ങനെ ഒരു ദിവസം ഇപ്പം ഇദ്ദേഹം സഞ്ചാരമൊക്കെ നടക്കാനൊന്നും പറ്റൂലല്ലോ. ഇപ്പോൾ കുറച്ച് അന്നത്തെ കാലത്തെ ഗതാഗത ഉപാധി എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കാൽനടയൊക്കെ ആയി പോവും, ബാക്കിയുള്ളവർ കുറച്ച് മേൽക്കടക്കാരെന്ത് ചെയ്യും, മഞ്ചലിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിനെ മഞ്ചലിൽ ഏതോ ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന സമയത്ത് ഇവരെ അമ്മാലന്മാർ അങ്ങനെ കൊണ്ടുപോകുമല്ലോ മഞ്ചലിൽ, ഓഹോ നല്ലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരാൾ എതിരെ പോകുന്നുണ്ട്. അദ്ദേഹം ഈ മഞ്ചലിൽ നിന്നുള്ള ഒച്ച അദ്ദേഹം കേൾക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യ എന്നെല്ലാം പറഞ്ഞ് നിലവിളിക്കുന്ന ഇദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു, ഈ മഞ്ചലിൽ നോക്കുന്ന അമാലന്മാരോട് ചോദിച്ചു, അല്ല ആരാ ഇതിനകത്തെന്ന് ചോദിച്ചു. അയ്യോ അതറിയില്ല, അത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ ശമിപ്പിക്കാൻ വേണ്ടി പലതിക്കിലും പോയി, ഇന്നിപ്പോൾ നമ്മൾ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരികയെന്ന്, അവിടെ നിന്നും രക്ഷയൊന്നും കിട്ടിയില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, തിരുമേനി ഒരു ചികിത്സ ഞാൻ പറഞ്ഞു തരാം, മത്സ്യം തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതാരാണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇതൊരു ഐതിഹ്യമാണ്. ഇതിൻ്റെ കാലമൊന്നും പെരുതിയാരും നെറ്റിലൊന്നും കയറി നോക്കണ്ട, കാരണം നമുക്ക് കേട്ടറിവാണ്. ഇതൊക്കെ ഐതിഹ്യത്തിൻ്റെ ഒരു ഭംഗിയോടുകൂടിയുള്ള വിവരണമാണ് നമ്മുടെ മഹാകവി വള്ളത്തോൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാനും നീങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ മത്സ്യം തൊട്ട് കൂട്ടണം. ഉടനെ അദ്ദേഹം ഒന്നും പറയുന്നില്ല, അദ്ദേഹം എന്താ വേദന കൊണ്ട് ഞരങ്ങി മൂളി നിൽക്കുകയാണ്. അപ്പോൾ ഈ അമാലന്മാർ പറഞ്ഞു, എന്ത് അസംബന്ധമായ പറയുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് വല്ലതും അറിയോ, മീൻ തൊട്ട് കൂട്ടണത്രേ, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, ഭട്ടതിരിപ്പാടല്ലേ. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു, തിരുമേനിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു. ഉടനെ തിരുമേനി ഈ ഭട്ടതിരിപ്പാട് അമാലന്മാരോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങൾ ഇനിയിപ്പോൾ വേറെ വൈദ്യരെടുത്തൊന്നും കൊണ്ടുപോകണ്ട, എന്നെ ഒന്ന് ഗുരുവായൂർ അമ്പലനടയിലേക്ക് എത്തിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഇവർ തമ്മിൽ പറയുന്നത്, ഇയാൾക്ക് എന്താ അവിടെ മീൻ കിട്ടുമോ, ഇവരെന്താ ഈ പറയുന്നത്, ഏതായാലും കൊണ്ടുപോകാം, ഞങ്ങളെ ജോലി എന്താ ഇദ്ദേഹത്തിനെ അവിടെ ചുമന്ന് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിനെ ചുമന്ന് ഗുരുവായൂർ എത്തിച്ചിട്ട് ഇവർ തിരിച്ചു പോയി. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം എന്ത് തുടങ്ങി, അദ്ദേഹത്തിന് മനസ്സിലായി ഈ പച്ച മലയാളത്തിൽ ഇദ്ദേഹം പറഞ്ഞ ആ ചികിത്സാവിധി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. മത്സ്യകൂർമ്മ വരാഹ ഇങ്ങനെയുള്ള അവതാര ദശന് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കാണാത്ത ആ വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ലോകോക്തികൾ, അതിൻ്റെ എണ്ണം പറഞ്ഞ ലോകോക്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ ഇത്രയും ഭംഗിയായി, അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ വന്ന രീതി, നമ്മുടെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, ഇതൊക്കെ ഭംഗിയായി പറഞ്ഞിരിക്കുന്ന ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. അതുപോലൊരു കൃതി അതിനുശേഷം ഒരു ഭാഷയിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കൃതി അതിലും പറയുന്നുണ്ട്. അതോ രണ്ടുപേരും കൂടി പറയട്ടെ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരം എന്നേതും അറിവില്ല. ഇന്നിപ്പോൾ ഞാനിവിടെ പേര് കൊടുത്തല്ല കഥാപ്രസംഗം പറഞ്ഞിട്ട്, ഞാനിവിടെ വന്ന് ഇത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ കാലം തീരുമാനിക്കണം, അല്ലെങ്കിൽ പ്രകൃതി തീരുമാനിക്കണം, ഭക്തിയുള്ളവർ പറയും ഭഗവാൻ തീരുമാനിക്കണം എന്ന്. അല്ലാണ്ട് ഞാൻ അവിടുന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് തട്ടിപ്പോയാൽ ഈ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ അത്രയും കൃത്യമായ നമ്മുടെ ഒരു അസ്ഥിരമായ ജീവിതം അല്ലെ, നമുക്കൊരു ഒന്നും അറിയില്ല എന്താണ്. ഇന്നത്തെ യാചകൻ നാളത്തെ രാജാവായിരിക്കാം, ഇന്നത്തെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ജ്ഞാനപ്പാന പാടിയ ഭക്തകവി പൂന്താനമാണ് അദ്ദേഹം പുതുതായിട്ട് എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പുസ്തകം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തോട് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനാണെങ്കിലോ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഏകദേശം ഇപ്പം അങ്ങ് മറന്നുപോയി. അപ്പം ആ ഒരു ഗർവിൻ്റെ ഒരു പാണ്ഡിത്യ കെടുഗർവ് എന്നാണ് നമ്മളെ കവി പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രജ്ഞ അങ്ങ് ഇരുട്ട് പിടിച്ചിട്ടേ ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു ഇഷ്ടക്കേടോടുകൂടി പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്നും കാണുന്ന ആളായിരിക്കാം, പക്ഷേ അയാളെന്താ സാധാരണ ഒരു മലയാളിയല്ലേ, മലയാള ഭാഷ പറയുന്ന ആളല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്, മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാ ശ്ലോകം
എന്താ ഈ മലയാളമല്ലേ, അതൊന്നും എന്നെ കാണിക്കണ്ട, നമുക്ക് എന്താ സംസ്കൃതത്തിൽ തന്നെ നോക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളൊരു നാട്യത്തിൽ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം നിരസിച്ച മലയാള ഭാഷയുണ്ടല്ലോ, അതും എന്താണ്, സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷേനെയാണ് ഇദ്ദേഹം എന്താ വളരെ ഇതായിട്ട് അങ്ങ് അപമാനിച്ച് വിട്ടത്. അപ്പോൾ അത് കേട്ട തന്നെ ഉത്തരക്ഷണത്തിൽ താൻ മറഞ്ഞു പൂന്താനം അശുദ്ധ ബ്രാഹ്മണൻ ആശാഭംഗത്തിൽ മുങ്ങിപ്പോയോ. കേട്ട മാത്രയിൽ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിനൊരു സങ്കടവും വന്നില്ല, ഒന്നും വന്നില്ല. അയാൾ അവിടെ നിന്ന് മാറി മേൽപ്പത്തൂർ അദ്ദേഹത്തിൻ്റെ വഴിയും പോയി. പക്ഷേ ഇവിടെ എന്താ, ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് തീർക്കാം കേട്ടോ. മേൽപ്പത്തൂർ സ്വന്തം വസതി, ഇവിടെ ദീപാരാധന നടന്ന സമയത്താണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് അത്താഴപൂജ കഴിഞ്ഞു, തൃപ്പൂജ കണ്ടു, എല്ലാം അദ്ദേഹത്തിൻ്റെ ചടങ്ങൊക്കെ തീർത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി. പക്ഷേ ഗുരുവായൂരപ്പനുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ നിരാസവും അങ്ങ് ഏറ്റെടുത്തു ഗുരുവായൂരപ്പൻ. നമ്മുടെ മലയാള ഭാഷയെയും പൂന്താന കവിയെയും ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു, അങ്ങ് എടുത്തുകൊണ്ട് പോയി. രാത്രിയിൽ ഇയാൾ കിടക്കാൻ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യം മേൽപ്പത്തൂരിന് മനസ്സിലാവുന്നത്. അയാൾ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും കൈകാലുകൾ കൊച്ചി വലിച്ചാർത്തനായ അവിടുന്ന് ഹാ കൃഷ്ണ ഹരേ എന്നു കേണുരുളുകയായി. എന്ത് പറ്റി, ഭട്ടവാദർക്ക് പോയ ആ സാധനം ഉണ്ടല്ലോ, വാതരോഗം, അത് പൂർവാധിക ശക്തിയോടെ ഇങ്ങനെ തിരിച്ചു വരികയെന്ന്. അപ്പം അതിനൊക്കെ കാരണമുണ്ടല്ലോ. അപ്പം അയാൾ എന്നാ എനിക്ക് ഒന്നും പറ്റുന്നില്ല, ഭഗവാനെ കൃഷ്ണനെ വിളിക്കാനും പറ്റുന്നില്ല, ആരെ വിളിച്ചാലും ഇതിനൊരു ഇത് കിട്ടുക എന്ന് പറഞ്ഞ് കൈയും കാലൊക്കെ അങ്ങ് കോച്ചി വലിച്ച് അയാൾ എന്താ ഇതിൻ്റെ ആദ്യം ഉണ്ടായ ആ വാതരോഗത്തിൻ്റെ ഒരു 10 ഇരട്ടി 100 ഇരട്ടിയിലേക്ക് അയാൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന്. അയാളെ ബോധമണ്ഡലത്തിൽ നിന്ന് അയാൾ പോയി. അങ്ങനെ വേദനയോടുകൂടി അയാൾ ഇപ്പം മരിക്കാൻ പോവുകയാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടാവും. അങ്ങനെ ആ ബോധാബോധ തലങ്ങളുടെ ഇടയിൽ നിന്ന് അയാളുടെ കണ്ണിന് മുമ്പിലേക്ക് ഒരു കാഴ്ച വന്നു. ഒരു സുന്ദര ബാലൻ. അദ്ദേഹത്തെ അങ്ങനെ ആ ബാലനെ വർണ്ണിക്കുന്നുണ്ട്. പീലികൾ തിരുകിയ കാർകുഴൽ കെട്ടും നൽ പൊന്നേതസു കിലുങ്ങിടും അരയിൽ മഞ്ഞപ്പട്ടും ചെന്തളീർ കയ്യിലൊരു കൊച്ചോട് കുഴലും ഹന്ത കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. ഇതാരാണ്? നമ്മുടെ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണനാണ് സ്വപ്നത്തിൽ വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല, ഇത് ആരാ വന്നതെന്നും മനസ്സിലാവുന്നില്ല, എന്താണെന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പ്രജ്ഞയിലേക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ആ ഇളം ഉണ്ണിക്കണ്ണൻ്റെ മുരളീനാഥം പോലെയുള്ള വരികൾ ഒഴുകിയെത്തി. അശുദ്ധ ആ ഭാഷാകവിയുടെ സങ്കടം തീർക്കുക, ഇനി തൽപ്രീതിയല്ലാതില്ല മരുന്നീ രോഗം മാറാൻ. ഞാൻ വിചാരിച്ചാലേ, ഞാനിപ്പോൾ വന്നിരിക്കല്ലേ ഇന്ന്, എൻ്റെ കയ്യിൽ ഇനി ഒരു മരുന്നുമില്ല ഇത് ചികിത്സിക്കാൻ. എന്ത് ചെയ്യണം? ഇന്ന് വേദനിപ്പിച്ച് വിട്ടില്ലേ ഒരു സാധു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ആ സങ്കടം ഒന്ന് തീർത്തു കൊടുത്താൽ മാത്രമേ അങ്ങേക്ക് ഈ രോഗത്തിൽ നിന്നും മുക്തിയുള്ളൂ എന്ന് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു. കേളിയേറിന മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെ കാളിക. എന്താ, അദ്ദേഹത്തിൻ്റെ വ്യുൽപ്പത്തിയും അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും ഭാഷാ പ്രാവീണ്യത്തിനേക്കാൾ എനിക്കെന്താ ഇഷ്ടം, പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം മറഞ്ഞുപോയി. പിന്നീട് മേൽപ്പത്തൂർ തിരുത്തി കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, കൊടുത്തിരിക്കാം. എന്തായാലും ആ ശ്രീകൃഷ്ണ കർണാമൃതവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രസിദ്ധമായ കൃതിയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാള ഭാഷയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഒരിക്കലും സമത്വം വിട്ട് കളിക്കരുത്. കാരണം ഒരു ഭാഷയും താഴെയോ മേലെയോ അല്ല, അത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാനുമുള്ള ഒരു ഉപാധിയാണ്. അപ്പം മലയാള ഭാഷയെയും നമ്മുടെ ഗുരുവായൂരപ്പൻ നെഞ്ചേറ്റി പൂന്താനത്തോടൊപ്പം എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി എന്നെ ഇത്രയും നേരം സഹിച്ചതിൽ നന്ദി, നമസ്കാരം.